8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. അതിൽ എക്സാമിന് 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ക്രോപ്പിംഗ് സിസ്റ്റം, വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒരുപാട് ഘടകങ്ങളുണ്ട്. നാച്ചുറൽ ഫാക്ടേഴ്സ് അഥവാ പ്രകൃതിദത്ത ഘടകങ്ങളുണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് അഥവാ സാമ്പത്തിക ഘടകങ്ങളുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ അഥവാ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് അഥവാ സാമൂഹിക ഘടകങ്ങളുണ്ട്, ഗവൺമെന്റ് പോളിസീസ് അഥവാ സർക്കാർ നയങ്ങളുണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അഥവാ സാങ്കേതിക ഘടകങ്ങളുണ്ട്. ഇതിന്റെ സബ് ഫാക്ടേഴ്സ് അഥവാ ഉപഘടകങ്ങൾ കൂടി പഠിച്ചു വെച്ചോ. ചിലപ്പോൾ എക്സാമിന് 2 3 മാർക്ക് ചോദിച്ചേക്കാം. ഇതിനെ കൂടെ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒന്നാണ് പോളിക്രോപ്പിംഗ് അഥവാ ബഹുവിള കൃഷി. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിക്രോപ്പിംഗ് ഉണ്ട് അല്ലേ? വിവിധ തരം ബഹുവിള കൃഷികളുണ്ട്. ഇതൊക്കെയാടാ മിക്സഡ് ക്രോപ്പിംഗ് അഥവാ മിശ്രവിള കൃഷി. അത് എക്സാമ്പിൾസ് ഏതൊക്കെയാടാ? മെയ്സ്, ഗ്രൗണ്ട്നട്ട്, കോക്കനട്ട്, PGMP ഇല്ലേ? ചോളവും നിലക്കടയും തെങ്ങും തുവരയുമാണ്. അതേപോലെ മറ്റൊന്നാണ് ഇത് ഇന്റർ ക്രോപ്പിംഗ് അഥവാ ഇടവിള കൃഷി. അതേപോലെ തന്നെ സീക്വൻസ് ക്രോപ്പിംഗ് അഥവാ തുടർച്ചാ കൃഷി. അതേപോലെ തന്നെ റിലേ ക്രോപ്പിംഗ് ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം അല്ലെങ്കിൽ വിള പരിചയമുണ്ട്. അതേപോലെ തന്നെ മൾട്ടി സ്റ്റോറി ക്രോപ്പിംഗ് അല്ലെങ്കിൽ മൾട്ടി ടയർ ക്രോപ്പിംഗ് അഥവാ ബഹുനില കൃഷിയുണ്ട്. ഈ ഓരോ ടൈപ്പ് കൃഷിയും അതിനുള്ള എക്സാമ്പിൾസ് അഥവാ ഉദാഹരണങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിനെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ത്? റെട്ടൂൺ ക്രോപ്പിംഗ് അഥവാ റെട്ടൂൺ കൃഷി. അപ്പോൾ റെട്ടൂൺ കൃഷിക്കുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്പിനാച്ച്, ഷുഗർ കെയിൻ ആണ്. മൾട്ടി സ്റ്റോറി ക്രോപ്പിംഗ് അഥവാ ബഹുനില കൃഷിക്കുള്ള എക്സാമ്പിൾ ആണ് ഇത് കോക്കനട്ടിന്റെ കൂടെ പെപ്പറും ജിഞ്ചറും കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ക്രോപ്പ് റൊട്ടേഷൻ എക്സാമ്പിൾ ഏതാണ്? കൾട്ടിവേറ്റിംഗ് പീസ് ആഫ്റ്റർ പാഡി, നെല്ലിന് ശേഷം പയർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനുള്ള എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്ത് ചെയ്തേക്കാം? മാത്സ് ഫോളോയിങ് ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ക്രോപ്പിംഗിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക.